പുത്തൂർ അക്ലോത്തുനട മേഖലകളിൽ തുടർച്ചയായി കക്കൂസ് മാലിന്യം തള്ളിയിരുന്ന സംഘത്തെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഉമ്മർ, നൌഷാദ് എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടിയത്. പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. പുത്തൂർ അക്ലോത്തുനട മേഖലകളിൽ തുടർച്ചയായി കക്കൂസ് മാലിന്യം തള്ളിയിരുന്ന സംഘത്തെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മാലിന്യം തള്ളാൻ ഉപയോഗിച്ച ടാങ്കർ ലോറിയും ഇതിന് അകമ്പടിയായി എത്തിയ ജീപ്പുമാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുത്തൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് രാത്രികാല നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്തിയില്ല. തുടർന്ന് വാഹനത്തെ പിന്തുടർന്ന നാട്ടുകാർ നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് ടാങ്കർ ലോറിയും എസ്കോർട്ട് വന്ന ജീപ്പും തടഞ്ഞുവെച്ചത്. വിവരമറിയിച്ചതിനെ തുടർന്ന് നാദാപുരം പോലീസ് സ്ഥലത്തെത്തുകയും എസ്കോർട്ട് വാഹനത്തിലുണ്ടായിരുന്ന രാമനാട്ടുകര സ്വദേശികളായ ഉമ്മർ, നൌഷാദ് എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും ടാങ്കർ ലോറി ഓടിച്ച ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെയും വാഹനവും വടകര പോലീസിന് കൈമാറി. നാട്ടുകാരുടെ ജാഗ്രത മൂലം വൻ പരിസ്ഥിതി ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമായിരുന്ന മാലിന്യ തള്ളലാണ് തടയാനായത്. മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മാലിന്യം നിറച്ചുകൊണ്ടുവന്ന ടാങ്കർ ലോറിയാണ് 2 ദിവസത്തെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഏതാണ്ട് 1:45 മണിക്ക് സമീപ പ്രദേശത്തുള്ള ആൾക്കാർ, വീട്ടുകാർ ഈ മാലിന്യം വണ്ടി എസ്കോർട്ട് ജീപ്പ് കണ്ട് പിന്നീട് എന്താന്ന് പറഞ്ഞാൽ പിന്നീടാണ് ടാങ്കർ ലോറി വരുന്നത്. അങ്ങനെ ടാങ്കർ ലോറി തടയുകയും എന്നാൽ തടഞ്ഞ ഗഫൂർ, മുസ്തഫക്ക എന്ന 2 പേരെ തട്ടിമാറ്റിക്കൊണ്ടാണ് ലോറി പോകുന്ന ഒരു സംവിധാനം ഉണ്ടായത്. പിന്നീട് അതിനെ പിന്നാലെ പിന്തുടർന്നുകൊണ്ട് നാദാപുരത്ത് വെച്ചാണ് നമ്മുടെ എസ്കോർട്ട് ജീപ്പ് പിടികൂടിയതിന്റെ ഭാഗമായി അവിടെയുള്ള പോലീസ് ഇൻസ്പെക്ടർ ഇവരോട് ചോദ്യം ചെയ്യുകയും ആദ്യം ഇവർ കുറ്റം നിഷേധിക്കുകയും പിന്നീട് ഞങ്ങളാ ചെയ്തതെന്ന് പറയുകയും പിന്നീട് ടാങ്കർ ലോറി ഡ്രൈവറെ വിളിക്കുകയും വണ്ടി വടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ തന്നെ 2 പേരാണ് എസ്കോർട്ട് ഈ മാലിന്യ വണ്ടിയുടെ കൂടെ വന്നത് ജീപ്പുമായിട്ട്. ഈ 2 ദിവസം മുന്നേ മാലിന്യം തള്ളുന്ന സമയത്തും CCTV ദൃശ്യങ്ങളിൽ ഈ ജീപ്പ് കൃത്യമായിട്ട് എസ്കോർട്ട് ജീപ്പ് കാണുന്നുണ്ട്. ആ ജീപ്പ് തന്നെയാണ് ഈ ജീപ്പും. തുടർച്ചയായി നമ്മുടെ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് തള്ളുന്നവരെയാണ് ഇവരെന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഒരു കടുത്ത ശിക്ഷാ നടപടിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം പരിസര പ്രദേശങ്ങളിലുള്ള കുടിവെള്ള സ്രോതസ്സുകൾ മുഴുവനും മലിനീകരണപ്പെട്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. വളരെയേറെ പ്രയാസങ്ങൾ പൊതുസമൂഹം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കർശന നിലപാടായി എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ വടകര പ്രദേശത്ത് ഉള്ള മാലിന്യമാണ് തള്ളിയതെന്നാണ് പറഞ്ഞത്. അത് എവിടെ നിന്നാണ് മാലിന്യം എടുത്തത് എന്ന് മനസ്സിലായിട്ടില്ല. അത് പോലീസിനോട് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലായ കാര്യം. എന്തായാലും അതുകൂടി പൊതുസമൂഹത്തിന് അറിയണം. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.